ഹലോ മക്കളെ, വെൽക്കം ടു സ്നൈപ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹാ, ഇന്ന് അടിപൊളിയാണല്ലോ. ഇന്ന് നല്ല മഴ. ഇന്ന് എന്തായാലും ട്രിപ്പ് അടിപൊളിയാകും. റോഡൊക്കെ കണ്ടാൽ മതി, ട്രിപ്പ് അവിടെ എത്തിച്ചേരുമോ എന്നൊക്കെ അറിയാം. ഇന്നത്തെ ഡെലിവറി ഐറ്റം മാഗിയാണ്. ഇത് നേരെ സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് ഡെലിവറി ഉള്ളത്. ഇന്ന് മഴ ആയതുകൊണ്ട് എത്ര നേരം കൊണ്ട് എത്തുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം നമുക്ക്. കാരണം നല്ല മഴയാണ്, റോഡൊന്നും കാണാൻ പറ്റില്ല. അത് മാത്രമല്ല, നല്ല ട്രാഫിക്കും, ചിലപ്പോൾ പെനാൽറ്റി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി ട്രക്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് ബാക്കി ഇനി വഴിയെ. ട്രക്ക് എന്തായാലും അടിപൊളിയാണ്. എന്തായാലും കാശൊക്കെ ആകുമ്പോൾ ഇതേപോലത്തെ ഒരു ട്രക്ക് മേടിക്കും ഗായ്സ്. ഞാൻ അന്ന് ഒരു വിലസും അതാണ് എൻ്റെ ഒരു സ്വപ്നം. നടക്കാത്തൊരു സ്വപ്നമാണ്. ലെറ്റ്സ് ട്രൈ. പോരട്ടെ, പോരട്ടെ, കണക്റ്റ് ആവട്ടെ. ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു പണിയാണ് ഗായ്സ്. ഇടക്ക് പൊസിഷൻ മാറിപ്പോകും, വീണ്ടും ഫ്രണ്ട് എടുക്കണം. കണക്റ്റ് ആയില്ല. ഒന്നുകൂടി ഫ്രണ്ട് എടുക്കേണ്ടി വരും. ഫ്രണ്ട് എടുത്ത് ഒന്നും കൂടി റിവേഴ്സ് വെച്ചാലാണ് അത് കണക്റ്റ് ആവുള്ളൂ. നോക്കാം, ലെറ്റ്സ് ട്രൈ. നോക്കാം. പോരട്ടെ. ഒടിഞ്ഞോരട്ടെ. ഭാഗ്യം, കണക്റ്റായി, രക്ഷപ്പെട്ടു. എന്നാൽ നമുക്ക് പോയാലോ ഗായ്സ്. ഒരടിപൊളി പാട്ടൊക്കെ ഇട്ട് അങ്ങനെ അടിച്ചു പിടിച്ചതിന് പോകാം. അജിനൊരു വില്ല് ഹരിച്ചന്ദ്ര സൊല്ല്. ഒന്ന് സാധകം ചെയ്തില്ല, അതാണ് സൗണ്ടിനൊരു സുഖമില്ലായ്മ. നാളെ എന്തായാലും സാധകം ചെയ്തിട്ട് നാളെ അടിപൊളിയായിട്ട് പാടട്ടാ. പണ്ടാരോടെ ഗേറ്റ് എവിടെയാണ്? മഴ ആയതുകൊണ്ട് ഗേറ്റൊന്നും കാണുന്നില്ല. ഇത് തന്നെയാണ് ഗേറ്റ്. മാപ്പാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കണമെന്നൊന്നും മനസ്സിലാവണില്ല. ഇതല്ല ഗേറ്റ്, വേലിയാണ്. വേലി പിടിച്ചിട്ട് എന്തായാലും റിവേഴ്സ് വെക്കാം. പോരട്ടെ. ഭയങ്കര മഴ, ഒടുക്കത്തെ മഴയാണ്. എന്തായാലും അടിപൊളി, കൊള്ളാം. എന്നാലും ഗ്രാഫിക്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മറ്റേ റോഡിൽ കിടക്കുന്ന വെള്ളമൊക്കെ ടയർ കയറുമ്പോൾ ഇങ്ങനെ തെറിക്കണതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കേ, കണ്ട് കൺഫ്യൂഷനാണ്. ഇവിടെയാണ് ഗേറ്റ്. ഓക്കെ, പോരട്ടെ. ഗുൽജാ സിം തുറക്കടാ. ബൈക്കില്ല അവനെ, ചവിട്ടിയാൽ പിടിച്ചാൽ കിട്ടൂല. പറഞ്ഞു. എന്തായാലും നമുക്ക് പോവാം. റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ, വണ്ടിക്ക് നല്ല നീളമുള്ളതുകൊണ്ട് നോക്കിയെടുത്തില്ലെങ്കിൽ കമ്പനിക്കാർ നമ്മളെ പൂട്ടും. മുട്ടിയല്ലേ. പോട്ടെ. ഓക്കെ. റോഡ് കാണാൻ പറ്റണല്ലോ. ഇപ്പം ആ കാറുകാരനെ ഇടിച്ചിട്ടേനെ. പോരട്ടെ. അടിപൊളി. ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ആക്സിലേറ്ററിൽ കാലോട്ടണ്ട, ക്രൂയിസിൽ അങ്ങനെ പോയിക്കോളും. ട്രക്ക് എന്തായാലും അടിപൊളിയാണ്, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് ഔട്ടുമ്പോൾ വണ്ടി നിൽക്കൽ ഇച്ചിരി പണിയാണ്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകണം. എന്തായാലും പോവാം. പടച്ചോളെ കാത്തോളി എന്ന് പറഞ്ഞ് അങ്ങനെ പോവാം. എന്തായാലും റോഡൊക്കെ അടിപൊളിയാണ്. നല്ല നമ്മുടെ കേരളം പോലെയൊന്നുമല്ല, നല്ല അടിപൊളി റോഡാണ്. അതുകൊണ്ട് വിട്ടടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഫ്ലൈ ഓവറൊക്കെ എന്നൊരു കിടിലം ഫ്ലൈ ഓവർ, നല്ല ആംബിയൻസാണ്. നൈറ്റ് ഡ്രൈവ് എന്തായാലും അടിപൊളിയാണ് ഇവിടെ. സൂപ്പർ. എന്തായാലും മഴ പൊളിച്ചെന്ന്, അടിപൊളി മഴയാണ്, രക്ഷയില്ല. ഇതേ സൈഡ് മുട്ടിയില്ല, പറ്റ പോയി. ഇപ്പം മുട്ടിയേനെ. മുട്ടി. എൻ്റെ പൊന്നു മാഷേ, ഇതാണ് മഴയത്ത് വണ്ടി ഓടിച്ചതൊന്നും കാണുന്നില്ല. ആ ട്രക്കുകാരൻ പോകേണ്ടത് മുട്ടിച്ചേനെ. മുട്ടിയില്ല. കറക്റ്റ് പയ്യെടുത്ത് പോയി. റിവേഴ്സ് എടുക്കട്ടെ. ഓക്കെ, രക്ഷപ്പെട്ടു. എന്തായാലും പോട്ടെ വണ്ടി. എന്തായാലും കൊള്ളാം. ട്രെയിലർ റിവേഴ്സ് എടുക്കൽ ഭയങ്കര പണിയാണ്. സ്റ്റിയറിംഗ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും കറക്റ്റ് റിവേഴ്സായി പോരുള്ളൂ. അല്ലെങ്കിൽ മറ്റേ തല ഇങ്ങനെ തിരിഞ്ഞൊക്കെ വരും. എന്തൊരു ഇടങ്ങേറാണ്. ഇനി ഇത് നേരെ ഡെലിവറി കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ ഇട്ടൊരു കളിയുണ്ട്. കുറേ നേരം ഇട്ട് വട്ടം കറക്കും. ഇനിയും 2655 കിലോമീറ്ററും കൂടി ഉണ്ട് ഡെലിവറി പോയിൻ്റ് എത്താൻ. അതുവരെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഫ്യൂവല് കുറവാണ് മച്ചാന്മാരെ. പോണ വഴിക്ക് ഏതെങ്കിലും പമ്പ് കാണണമെങ്കിൽ ഫ്യൂവൽ അടിക്കണം. അല്ലെങ്കിൽ പിന്നെ അവിടെ വണ്ടി നിന്ന് പോകും, പിന്നെ അത്ര സമയം പോകും. മച്ചാന്മാരെ പണിയായി.
വഴി തെറ്റി ഗൂഗിൾ ചേച്ചി നമ്മളെ പറ്റിച്ച്. ഇനി റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് പോട്ടെ, വണ്ടി നമ്പരല്ലേ, പോട്ടെ പോട്ടെ പോട്ടെ. ആ പോരട്ടെ 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 പോരട്ടെ. കറക്റ്റായിട്ട് പോന്നാൽ മതി. അയ്യോ അയ്യോ വണ്ടി തല പിടിഞ്ഞു പോയി. എൻ്റെ പൊന്നു, ഇനി കഷ്ടപ്പാടാണ്. ഇത് വലിയ പണിയാണ് ഗായ്സ്, റിവേഴ്സ് ഒക്കെ. നമ്മൾ ആകെ പണിപ്പെട്ടു. ഇത് റിവേഴ്സ് വെച്ച് വരുമ്പോൾ കുറേ സമയം അങ്ങനെ പോകും. അയ്യോ പണി തരല്ലേ. അയ്യോ അടുത്ത വണ്ടി ഒരുത്തം വന്നല്ല, എടുത്ത് മാറ്റടേ. പോയിട്ട് ഡെലിവറി ചെയ്യാനുള്ള മച്ചനെ. അവനാണെങ്കിൽ അവളെ ഇങ്ങനെ എന്ത് ചെയ്യാനാ. മാറ്റുമെന്ന് തോന്നണല്ലോ. എനിക്ക് ഇടിച്ചങ്ങനെ ഇടാം അല്ലേ. ഒന്നും മാറ്റടേ. പോയിട്ട് അത്യാവശ്യമുണ്ട് മച്ചാനെ. ഒരബദ്ധം പറ്റി ഇങ്ങോട്ട് കയറിപ്പോയതാണ്. എന്ത് ചെയ്യാനാണ്. അവനാണെങ്കിൽ മാറ്റണമില്ല. ഒതുക്കി കൊടുക്കാൻ എന്തായാലും. ഞാൻ കയറിപ്പോണെങ്കിൽ പോട്ടെ. കയറിപ്പോടേ. ചേട്ടന് പോയിട്ട് അത്യാവശ്യമുണ്ട് മച്ചാനെ. അവിടെ നിന്നൊരു ബസ്. ഇവനെ ഇടിച്ചിടേണ്ടി വരും, അല്ലാണ്ട് രക്ഷയില്ല. മോനെ ഒന്നും മാറ്റും മോനെ, പോയിട്ട് അത്യാവശ്യമുണ്ട്. ട്രക്ക് എന്താണ് വെച്ചാൽ കംപ്ലൈൻ്റ് ആണ്. അങ്ങാടി ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകും, മോഡൽ തിരിഞ്ഞു പോകും. എന്താണ് എങ്ങനെ ഒന്ന് തിരിച്ചെടുക്കും? ആകെ പെട്ടല്ല. ഇതിന് ട്രക്കിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എനിക്ക് ഓടിക്കറിയാൻ പാടാത്തതുകൊണ്ടാണ്? ഉള്ളാക്കറിയാം. എന്താണ് പഠിച്ചാൽ പതിരികളെ കാത്തോളേ. കറക്റ്റായിട്ട് വാ ട്രക്കേ. എന്നെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തല്ലേ. ഒന്ന് കറക്റ്റായിട്ട് തിരിഞ്ഞ് വാ ട്രക്ക് മോനെ. വീണ്ടും ഒന്ന് ഫ്രണ്ട് എടുത്തിട്ടൊന്നും കൂടി തിരിച്ച് നോക്കാം. തിരിഞ്ഞ് കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ അവസാന ശ്രമത്തിൽ വണ്ടി തിരിക്കാൻ പോവുകയാണ്. ഒരു കണക്കിന് തിരിച്ചെടുക്കാൻ പോവുകയാണ്. തിരിയട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഗായ്സ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിലുണ്ടാവും. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗായ്സ്, ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സീ യു.